ഹലോ ഫ്രണ്ട്സ്, ARJ ട്രെയിൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോവുകയാണ്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അധികം ആരും അറിയപ്പെടാതെ കിടന്നിരുന്ന മുതുകോര മലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ട്രക്കിംഗ്. ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് ഈരാറ്റുപേട്ടയിലെത്തിയിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് പൂഞ്ഞാർ ടൗണിലെത്തി അവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴിയെ കുറച്ച് മുന്നോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ജംഗ്ഷനിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ മുതുകോര മല 8 കിലോമീറ്റർ എന്ന് പറഞ്ഞ് നേരെ ഒരു ബോർഡ് കാണാൻ പറ്റും. ആ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേളിൽ എത്തിച്ചേരാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വഴിയോടെയാണ് പോകുന്നത്. 2 വഴിയിലൂടെ നമുക്ക് മുതുകോര മലയുടെ ടോപ്പിലെത്താൻ പറ്റും. ഈ കാണുന്നത് നമ്മൾ നേരെ കണ്ട ആ ബോർഡ് കാണിച്ചിരിക്കുന്ന വഴിയുണ്ടോ, ആ വഴിയെ നമ്മൾ ആദ്യം പോയതാണ് ഈ കാണുന്ന വീഡിയോയിൽ. ഈ 2 വഴി പോയാലും നമുക്ക് മേളിൽ കയറാൻ സാധിക്കും. പക്ഷേ ഇതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ ചെന്നെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു വഴിയോ കാര്യങ്ങളോ സൈൻ ബോർഡുകളോ ഒന്നും ഇല്ല അവിടെ. അതുകൊണ്ട് ഇതിലേ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മേളിലെത്താൻ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ മേളിലേക്ക് കയറുവാൻ ഇതുവഴി കുറേ ചെറു വഴികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്ന് കൃത്യം ഇതുവഴിയാണ് എങ്ങോട്ടാണ് ചെല്ലുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും. അവർ പറയുന്നുണ്ട് ഇതുവഴിയൊക്കെ വഴികളുണ്ട്, ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് അതുവഴി പോയി മേളിലെത്താൻ പറ്റുമോ എന്ന് സംശയമുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും സംശയമില്ലാതെ പോകാൻ പറ്റിയ ഈരാറ്റുപേട്ടയിൽ നിന്ന് കൈപ്പള്ളി പോകുന്ന റൂട്ടിലുള്ള ഈ ഒരു വഴിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഈ റൂട്ടിൽ ഏകദേശം 8 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഈന്തുംപള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ മുതുകോര മല 2 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് നമുക്ക് കാണാം. അവിടുന്ന് ഈ കാണുന്ന ചെറിയ കോൺക്രീറ്റ് വഴിയിലൂടെയാണ് നമുക്ക് ഇനി മേളിലോട്ട് പോകേണ്ടത്. ഇനി ഇവിടുന്ന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാര്യം അവിടെ വീടുകളോ കടകളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഈന്തുംപള്ളി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് മേളിലോട്ട് പോയത്. അങ്ങനെ അത്യാവശ്യം വേണ്ട വെള്ളവും സ്നാക്സും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഈ കാണുന്ന വഴിയിലൂടെ യാത്ര തുടങ്ങി. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ചില ഭാഗങ്ങളിൽ മാത്രം, അതായത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം കോൺക്രീറ്റ് ചെയ്തൊക്കെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ ബാക്കി വഴികളൊക്കെ ഇതുപോലെ നല്ല ഓഫ് റോഡാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടേക്ക് ബ്രേക്ക് കാണാം. ഇവിടം വരെ നമുക്ക് ബൈക്കിന് വരാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന ചെറിയ കാട്ടുവഴിയിലൂടെ നടന്ന് വേണം മുകളിലേക്ക് പോകാൻ. അതിന് പോകുന്ന വഴിക്ക് മുതുകോര മലയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് പോകെ അതൊക്കെ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല. അത്യാവശ്യം ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഇത് ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഡെവലപ്പ് ചെയ്ത വഴികളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കാണുന്ന ചെറിയ ഒറ്റയടി പാതയിലൂടെ കാട്ടിനകത്തൂടെ നടന്ന് വേണം ഇതിൻ്റെ ടോപ്പിലേക്ക് കയറുവാൻ. ഇവിടുത്തെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന ഈ ചെറിയ വഴിയൊന്നും എപ്പോഴും ഇതുപോലെ കാണുന്നില്ല. കുറച്ച് ദിവസം ആൾക്കാരൊക്കെ ഇതിൽ നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ വഴി ഫുള്ള് കാട് കയറി വീണ്ടും പഴയ അവസ്ഥയിലോട്ടാകും. കാട് കയറി മൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്ന വഴിയേത് പോയ വഴിയേതെന്നൊന്നും പിന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവരൊക്കെ നല്ലൊരു അഡ്വഞ്ചർ ട്രക്കിങ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇങ്ങോട്ട് യാത്ര ചെയ്യണം. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന പോലെ സിമ്പിളായിട്ട് കയറി തിരിച്ചിറങ്ങി വരാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. പോകുന്ന വഴിയൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് അതിലൂടെ തന്നെ ഇറങ്ങി വരാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് നിങ്ങൾ യാത്ര ചെയ്യാവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലെത്തുന്ന വരെ ഇതുപോലെ നല്ല കയറ്റമാണ്. നിങ്ങൾ ഇതുവഴി നടക്കുമ്പോൾ ഇടയ്ക്ക് നിലത്തോട്ടൂടെയൊക്കെ ഒന്ന് നോക്കണം. കാര്യം ഇതുവഴി അധികം ആൾക്കാരൊന്നും നടന്നു വരാത്തതുകൊണ്ട് പാമ്പോ മറ്റ് ജീവികളൊക്കെ ചിലപ്പോൾ വഴിയിൽ കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ഇതുവഴി കയറി പോകുവാൻ. ആദ്യം കുറച്ച് ദൂരമൊക്കെ ഇതുപോലെ കാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് മുകളിൽ വരെ പുല്ലുമേടാണ്. ഇത് കണ്ടോ, ഇനി അങ്ങോട്ട് മുകളിൽ വരെ ഇതുപോലെ പുല്ലൊക്കെ വകഞ്ഞ് മാറ്റി വേണം നമുക്ക് കയറി പോകുവാൻ. ഇനി അങ്ങോട്ട് മുകളിൽ വരെ ഏകദേശം ഒരാൾ പൊക്കത്തിന് മുകളിൽ പുല്ല് വളർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കയറി പോകുന്ന വഴിയും തിരിച്ചിറങ്ങി വരാനുള്ള വഴിയൊക്കെ കാണാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലെ കൈപ്പള്ളിയിലാണ്. ഇത് ആ ലോക്ക്ഡൗണിൻ്റെ ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്ഥലം ഇത്രയും ഫേമസ് ആയത്. അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന 1-2 വീഡിയോകളിൽ കൂടെയാണ് നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു സ്ഥലം കിടപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പ്രത്യേകിച്ച് വഴിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന്.
നമ്മൾ ഇതുപോലെ ഈ പുല്ലിനിടയ്ക്കൂടെ കാണുന്ന ഈ ഒറ്റയടി പാത അത് എല്ലായിടത്തും ഒന്നും ഫുള്ളായിട്ട് കാണാൻ പോലും പറ്റത്തില്ല. അതുപോലെയുള്ള വഴിയോടെ വേണം കയറി വരാൻ. അതിനിടയ്ക്ക് ഒരുപാട് പാറയും കല്ലും തെന്നി വീഴാൻ ചാൻസ് ഉള്ള ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ്. ഇങ്ങോട്ടുള്ള യാത്ര ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഈ കാണുന്ന പോലെയല്ല, ഇത് അത്യാവശ്യം നല്ല സ്ലോപ്പാണ്. ഇതിലൂടെ ഇരുന്നും വലിഞ്ഞ് കയറിയൊക്കെ വേണം നമുക്കിതിൻ്റെ മേളിലോട്ട് എത്തിച്ചേരുവാൻ. പിന്നെ ഇതുപോലെ നല്ല കുത്ത് കയറ്റമായതിനാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് കയറുവാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയടിക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകുവാൻ ശ്രമിക്കരുത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത്യാവശ്യം വെള്ളവും സ്നാക്സും ഒക്കെ കൈ കരുതുക. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ തലകറക്കമോ ക്ഷീണമോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും താഴെ പോയി മറ്റ് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരുവാനോ അല്ലെങ്കിൽ ഈ ആളെയും കൊണ്ട് താഴോട്ട് പോകുവാനോ വൈദ്യസഹായം തേടുവാനോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഡീഹൈഡ്രേഷൻ ഒന്നും ഉണ്ടാവാതെ വേണം നിങ്ങൾ മുകളിലേക്ക് കയറി പോകുവാൻ. ഇതുപോലെ ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരിക്കലും നിങ്ങൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഈ കാട്ടിൽ ഉപേക്ഷിക്കാതെ മാക്സിമം അവയൊക്കെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം ഈ മലയുടെ ഒരു റിഡ്ജ് പോർഷനിലെത്തി. ഇനി ഈ കാണുന്ന റിഡ്ജിലൂടെ നടന്ന് വേണം നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തുവാൻ. നമ്മൾ നടക്കുന്ന ഈ വഴിയുടെ ഒരു സൈഡ് നമ്മൾ വന്ന ആ പുല്ലുമേടും മറ്റേ സൈഡ് ഫുൾ കൊക്കയുമാണ്. കണ്ടോ എത്രമാത്രം ഹൈറ്റിലേക്കാണ് നമ്മൾ ട്രക്ക് ചെയ്ത് വന്നതെന്ന് ഈ ഒരൊറ്റ ഷോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഈ മുതുകോരമലയുടെ ടോപ്പ് എന്ന് പറയുന്നത് ഇല്ലിക്കക്കല്ലിനേക്കാളും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഗമൺ ഹിൽസിന് സമാന്തരമായിട്ടാണ് ഈ കാണുന്ന മുതുകോരമലയും സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 4 ജില്ലകളുടെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട ജില്ലയിലെ ചില സ്ഥലങ്ങളുടെയൊക്കെ വ്യക്തമായൊരു കാഴ്ച തന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളിതിൽ വന്ന ദിവസം വലിയ കാര്യമായിട്ട് കോടയോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഫുൾ കോട വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മീശപ്പുലിമലയിലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. നമ്മളിപ്പോൾ മുതുകോരമലയുടെ ഏകദേശം ടോപ്പിലാണ് നിൽക്കുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഭയങ്കര ചെങ്കുത്തായ കൊക്കയാണ്. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും താഴെ ചെന്നേ നിൽക്കുകയുള്ളൂ. കാര്യം അതുപോലെ സ്റ്റീപ്പാണ് ഇവിടെ മൊത്തം. പിന്നെ നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നത് ഈ ഒരു ചെങ്കുത്തായ മലയുടെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇൻ കേസ് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് അതിനിടയ്ക്കോട്ട് വല്ലതും പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വീണ കാര്യം പോലും ആരും അറിയത്തില്ല. കാരണം ഇങ്ങോട്ടൊന്നും ആരും കയറി വരാറ് പോലുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഫാമിലിയായിട്ടോ കുട്ടികളായിട്ടോ ഒന്നും ഇങ്ങോട്ട് വരരുത്. വരുമ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ വളരെയധികം സേഫായിട്ട് മാത്രം ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കും ഇങ്ങോട്ട് വരരുത്. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും പുറം ലോകം അറിയില്ല. അതുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ അത്യാവശ്യം 2-3 പേരൊക്കെ ആയിട്ട് വരിക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്ക ഫോണുകൾക്കും റേഞ്ചും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ വരുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു 4 മണിക്കൊന്നും ശേഷം ഇതിന് മേളിലോട്ട് വരാൻ ശ്രമിക്കരുത്. കാര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചിലപ്പം നല്ല രീതിയിൽ കോടയോ കാര്യങ്ങളൊക്കെ വന്ന് കയറി നമുക്ക് കാഴ്ച നല്ല രീതിയിൽ മറിയും. പിന്നെ തിരിച്ചു പോകുന്ന വഴിയൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. നിങ്ങൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ ഇതുപോലെ ധാരാളം കോടയിൽ പോയി അകപ്പെട്ട വീഡിയോസൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങോട്ട് കയറി വരാതിരിക്കുക. ഇങ്ങോട്ട് വരാൻ ശരിക്കും 2 വഴിയുണ്ട്. അതിലൊരു വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അതാണ് ദൂരം കുറവുള്ള വഴി. പിന്നെയുള്ള വഴിക്ക് കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും കയറി വരാൻ അത്യാവശ്യം സിമ്പിളാണ്. പക്ഷേ ഞങ്ങളിതിലെ കയറി വന്നത് ഈ രണ്ടാമത്തെ ദൂരം കുറഞ്ഞ ടാസ്ക് പിടിച്ച വഴിയിലൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇത്രയൊക്കെ റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് ഇതിൻ്റെ മേളിൽ കയറി വരുമ്പോൾ കിട്ടുന്ന കാഴ്ചകളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ്. എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ മലയുടെ മണ്ടയിൽ ഞങ്ങൾ കയറി ചെന്നതെന്ന് നിങ്ങൾക്ക് ഈ ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ഇരുന്നും കിടന്നും വലിഞ്ഞു കയറിയൊക്കെയാണ് ഞങ്ങൾ ഈ ടോപ്പ് വരെ എത്തിയത്. ഇങ്ങോട്ട് കയറി വന്നതിനേക്കാളും ടാസ്ക്കാണ് ഇനി തിരിച്ചങ്ങോട്ട് ഇറങ്ങി പോകുന്നത്.
ഇനി അതിലും അധികം നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല, നമ്മൾ പയ്യെ താഴോട്ടിറങ്ങുകയാണ്. ഇനി താഴോട്ടിറങ്ങുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാര്യം മുകളിലേക്ക് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ വഴിച്ചാലൊക്കെ നോക്കി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മുകളിലെത്താൻ പറ്റും. മലയുടെ തുഞ്ചത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് പോകേണ്ട വഴിയൊക്കെ മേലോട്ട് പോകുമ്പോൾ കിട്ടും. പക്ഷേ തിരിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് വഴികളായിരിക്കും. ഈ കാണുന്ന നേരത്തോടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പല പല വഴികൾ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്ന വഴി തിരിച്ച് എത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് നിങ്ങൾ ശരിക്കും നിങ്ങൾ വന്ന വഴികൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് വേണം തിരിച്ചു പോരുവാൻ. ഞങ്ങളൊരു 2 കൊല്ലം മുമ്പ് ഇതുപോലെ ഇവിടെ വന്നിട്ട് നല്ല പോലെ വഴി തെറ്റി കുടുങ്ങിയതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം വഴി തെറ്റായിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഫോണിലൊരു ജിയോ ട്രാക്കർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ നമ്മളത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അത് ഓണാക്കി ലൊക്കേഷൻ ഒക്കെ ഓണാക്കി പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ നടന്നു വരുന്ന വഴി കൃത്യമായിട്ട് അത് ട്രേസ് ചെയ്ത് നമുക്കിതുപോലെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ ആ ട്രേസ് മാർക്ക് നോക്കി നമ്മൾ തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് വഴി തെറ്റാതെ താഴെ വരാൻ പറ്റും. ഇപ്രാവശ്യം ഞങ്ങൾ ഏതായാലും ഇത് ഉപയോഗിച്ച് എന്തായാലും പരീക്ഷിച്ച് വിജയിച്ചു. നമ്മൾ പോയ വഴിയോടെ തന്നെയാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വരുന്നവരെന്തായാലും ഒരു കാര്യം ചെയ്യുക, ഇതുപോലെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങോട്ട് പോരും. അന്ന് ഞങ്ങൾ ഇതുപോലെ മലയുടെ മണ്ടൻ താഴോട്ട് ഇറങ്ങിയ വഴി ആദ്യം തന്നെ ഇതുപോലെ വഴി തെറ്റിപ്പോയി. പിന്നെ നമ്മൾ ഇതിലെയൊക്കെയോ പോയി പലതവണ കറങ്ങി നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ അവസാനം നമ്മൾ ലൊക്കേഷനൊക്കെ ഫോണിൻ്റെ ലൊക്കേഷനൊക്കെ ഓണാക്കിയിട്ട് നോക്കി. അങ്ങനെ നോക്കി ഞങ്ങൾ താഴെ വന്ന് ഒരു ചെറിയ ഷെഡ് കണ്ടു. അത് കുറേ താഴെ ചെല്ലുമ്പോഴാണ് ഇതുപോലെ ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബോർഡ് പോലെ ഒരാൾ ഫോൺ നമ്പർ എഴുതി അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ നമ്പറിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി. ഏതായാലും ആ സമയത്ത് ആൾ ഫോൺ എടുത്തപ്പോഴേ ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ വഴി തെറ്റിയ ആൾക്കാരാണോ എന്നാണ് ചോദിച്ചത്. അപ്പം ഇവിടെ സംഭവം സ്ഥിരം പതിവായതുകൊണ്ട് അവിടെ തന്നെ നാട്ടിൽ ഉള്ള ഒരാൾ ഈ കാട്ടിൻ്റെയൊക്കെ താഴെ സൈഡിൽ ഇതുപോലെ അവിടെ ഒരു പുള്ളിയുടെ കൃഷി സ്ഥലം എന്തോ ആണ്. അപ്പോൾ അവിടെ ഇതുപോലെ പുള്ളിക്കൊരു ഷെഡുണ്ട്, അവിടെ നമ്പർ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ നമ്പർ അന്ന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് അയാൾ ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് കൃത്യമായിട്ട് താഴെ എത്തിയത്. ഒരു പക്ഷേ ഞങ്ങൾ ആ നമ്പർ കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ അന്ന് സന്ധ്യയൊക്കെ ആയിപ്പോയി ഞങ്ങൾ ഇരുട്ടിൽ ഇവിടെ കുടുങ്ങിപ്പോയിട്ട് പിന്നെ ഫയർഫോഴ്സോ പോലീസിനെയൊക്കെ വിളിച്ച് താഴോട്ട് ഇറങ്ങേണ്ടി വന്നേനെ. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം അന്ന് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ഇതുപോലെ കരുതലായിട്ട് വന്നത്. ഇത്തവണ ഞങ്ങൾ കയറി പോന്നപ്പോൾ തന്നെ ഈ കാട് കഴിഞ്ഞിട്ട് പുല്ല് ഇറങ്ങുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ ഇതുപോലെ മരത്തെ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് ഈ വഴിയിലോട്ട് തന്നെ കാട്ടിലോട്ട് കയറാൻ വേണ്ടി ആണ് കെട്ടിവെച്ചത്. ഏതായാലും നമ്മളിപ്പം കൃത്യമായിട്ട് ഈ വഴിയെ തന്നെ വന്നു. അതുകൊണ്ട് നമ്മളേതായാലും ഈ പ്ലാസ്റ്റിക് എന്തായാലും കാട്ടിൽ ഉപേക്ഷിക്കുന്നില്ല. നമ്മളത് പോകുന്ന വഴി തന്നെ നമ്മളുടെ കയ്യിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. ഏതായാലും നമ്മൾ ഈ കാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതുവഴി വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു കടന്നൽക്കൂടുണ്ടായിരുന്നു. ഇതുപോലെ ഇപ്പോഴും ഉണ്ട്, പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിൽ കടന്നൽക്കൂടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന വള്ളിയിലൊന്നും പിടിച്ച് ഇളക്കാതെ ശ്രദ്ധിച്ചു പോവുക. ഇതുപോലെ കടന്നൽ വല്ല ഇളകി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അപകടമായിരിക്കും. കണ്ടോ, നമ്മുടെ വഴി ഇപ്പോഴും കറക്റ്റാണ്. ഈ ആരോ കാണുന്നിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കാനുള്ളൂ. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ആ ടേക്ക് എ ബ്രേക്കിൻ്റെ അവിടെ എത്തും. ഏതായാലും നമ്മൾ റോഡിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും സർക്കാർ ഭാവിയിൽ ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ടേക്ക് എ ബ്രേക്കൊക്കെ ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം സൗകര്യമുണ്ട്. ഇതിനകത്ത് റൂമുകളും ഫാനും റെസ്റ്റ് എടുക്കാനുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.